എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ദുഃഖകരമായൊരു വീഡിയോയാണ്. അതായത് ചടയമംഗലത്തിന് സമീപം ആയൂർ എന്ന സ്ഥലത്ത് അതിവേഗം ഉദിച്ചുയർന്ന ഒരു സ്ഥാപനം, ഒരു തുണിക്കട. എത്ര വേഗം അത് കുതിച്ചുയർന്നു അത്രയും വേഗം അത് അസ്തമിക്കുകയും ചെയ്തു. അസ്തമിച്ചത് 2 പേരുടെ ജീവൻ കവർന്നുകൊണ്ടാണ്. ഒരു അലി എന്ന ഒരു കോഴിക്കോട് നിവാസിയും ദിവ്യ മോൾ എന്നുള്ള ഒരു അഞ്ചൽ ചടയമംഗലം സ്വദേശിയും. ഈ ദിവ്യ മോൾ ഒരു സെയിൽസ് ഗേളായിട്ട് അലിയുടെ ഓണർഷിപ്പിലുണ്ടായിരുന്ന ഒരു ഫർണിച്ചർ ഷാപ്പിൽ ഒരു സെയിൽസ് ഗേളായി ചേർന്ന് ഹാർഡ് വർക്ക് ചെയ്തു. അലിയുടെ വടികൾ അലിക്ക് വളരെ ഇഷ്ടം തോന്നി അവരുടെ എബിലിറ്റിയിൽ. അങ്ങനെ അവർ മറ്റൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ച്. അതൊരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു. വേഗത്തിലുള്ള വളർച്ചയായിരുന്നു. അതിൻ്റെ എല്ലാം ആയി ദിവ്യ മാറിക്കഴിഞ്ഞു. അവസാനം ആ ഉയരങ്ങളിൽ നിന്ന് ഉയരിലേക്ക് പോകുമ്പോൾ ഇവരുടെ യാത്രകളും ഓരോ സ്ഥലങ്ങളിൽ നിന്നും സ്ഥലങ്ങളിലേക്കായിരുന്നു. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ 2 പേരും ഒരുമിച്ചുള്ള ഒരു യാത്ര. അലിയും ദിവ്യയും. ദിവ്യയുടെ ഭർത്താവുണ്ട്, ഒരു ചെറിയ ജോലിയുമായി മറ്റൊരു സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യുന്നു. 2 പേർക്കും കുടുംബങ്ങളുണ്ട്. ബട്ട് അവസാനം സംഭവിച്ചത് ഈ ബിസിനസ്സിന് അധംപതനം ഉണ്ടായപ്പോൾ അലിക്ക് ഉണ്ടായ എല്ലാ സൽപ്പേരുകളിലും പലരുടെ ഫ്രണ്ടിൽ നിന്നും നഷ്ടമായി. അലിക്ക് പാർട്ട്ണർഷിപ്പുള്ള പല സ്ഥാപനങ്ങളിലും അലി സ്വയം മറ്റുള്ളവർ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അലി മറ്റുള്ളവർ പരസ്പരം എന്തോ സംഭവിച്ചു. അതായത് കോഴിക്കോടിൽ നിന്നും ബിസിനസ് നോക്കാൻ വേണ്ടി വന്ന 1-2 ദിവസം ഇവിടെ താമസിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും പോകുമായിരുന്നു. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഇവരുടെ ഈ അധംപതനത്തിൻ്റെ പിന്നിൽ ഒത്തിരി കഥകളുണ്ട്. അത് നമ്മൾ എന്ത് കഥകളും എന്തുമാകാം. പക്ഷേ ഈ പര്യവസാനിച്ചത് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അവരൊന്നും ചിന്തിക്കണമായിരുന്നു. 2 കുടുംബങ്ങളാണ് വയ്യാതരമായത്. അതവർ ശ്രദ്ധിച്ചില്ല. എന്തു തന്നെ ഇവർ 2 പേരുടെയുമുള്ള ഈ ഒരു ഒന്നിച്ചുള്ള യാത്രകളും ഇവരുമുള്ള അമിതമായ ഒരു അലിക്ക് അമിതമായി ഉണ്ടായ വിശ്വാസവും ഈ ദിവ്യയുമായിട്ടുള്ള അടുപ്പവും കുറച്ച് പരിധികൾ വിട്ടു തന്നെയായിരുന്നു എന്നാണ് പൊതുജനത്തിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതിനോടൊപ്പം ദിവ്യ ഒരു വീടും വയ്ക്കുകയായിരുന്നു. കാരണം ഒരു വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ എങ്കിൽ തന്നെയും ഒന്നുകിൽ അലി സമ്പാദിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റേതൊരു മാർഗങ്ങളിൽ നിന്നും അതിൻ്റെ സോഴ്സ് കണ്ടിരിക്കാം. പക്ഷേ ഈ തുണിക്കടയിൽ A to Z മാനേജ് ചെയ്യുന്നതുകൊണ്ട് 10 പേരും സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിനെല്ലാം മാനേജ് ചെയ്യുന്നതും അവരുടെ ശമ്പളം കൊടുക്കുന്നതും അവരുടെ മാനേജറായിട്ടും അവരുടെ ചീഫ് പർച്ചേസ് ഒക്കെ എല്ലാം ചെയ്തത് ദിവ്യ തന്നെയായിരുന്നു. അവസാനം ആ 10 സ്റ്റാഫിൽ നിന്നും അത് നേരെ 3 സ്റ്റാഫിലേക്ക് അധംപതിച്ചൊരവസ്ഥയിലായി. അവസാനം ആർക്കോ ബോധോദയമുണ്ടായി. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാരോ ഒരാളെ വഞ്ചിച്ചിരിക്കുന്നു. അത് എന്തായിരുന്നാലും ഈ വഞ്ചനയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് അലിക്ക് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഓണർഷിപ്പെല്ലാം അലിയാണ്. ദിവ്യയെ സംബന്ധിച്ചുള്ള ദിവ്യയായിരുന്നു ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തെങ്കിലും അവിടെ എന്തോ മാൽ പ്രാക്ടീസൊക്കെ നടന്നിരിക്കുന്നു. അത് ഏത് ലെവൽ വരെ എത്ര വരെ നടന്നെന്ന് അലിക്കറിയാം. കാരണം ഇവർ പർച്ചേസ് ചെയ്ത് വരുന്ന എന്ത് സാധനങ്ങളും അതിൻ്റെ കോസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ പേയ്മെൻറ്റ് എടുക്കുന്നതും ഒക്കെ ഈ ദിവ്യ തന്നെയായിരുന്നു. പക്ഷെ എങ്കിലും അത്ഭുതപൂർവമായ ഈ ദിവ്യയുടെ വളർച്ച ദിവ്യയും ഒരു അഹങ്കാരിയാക്കി മാറ്റിയിരിക്കാം. ഇനി നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പോയി നമ്മുടെ ശ്രോതാക്കളുടെ സമയമോ എൻ്റെ സമയമോ കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് മാത്രം ചിന്തിക്കുക, ഏത് സ്ത്രീകളും ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, ഇടങ്ങളിൽ പലപ്പോഴും ഈ മരണം
പെടുന്നത് സ്ത്രീകളാണ്. അത് അവരുടെ തെറ്റുകളാകണമെന്നില്ല. അവരുടെ തെറ്റ് ചെയ്യാത്തവരും വധിക്കപ്പെടുന്നു. കാരണം സ്ത്രീകളെ ഉപദ്രവിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ നമുക്കൊന്ന് ലോഡ്ജിൽ അവിടെ ആലുവയിലൊരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എല്ലാം ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ദിവ്യയ്ക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ദിവ്യ എങ്ങനെ ആ സ്ഥാപനത്തിൽ കടന്നു, ദിവ്യയുടെ പൊസിഷൻ എന്താണ്. പക്ഷേ ദിവ്യ ഇന്നലകളെ മറന്ന് വിസ്മരിച്ച് മറ്റേതോ ലോകത്തിലേക്കുള്ളൊരു ഒരു 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 പോക്കായിരുന്നു. പക്ഷേ അത് വളരെ നാളുകൾ നിന്നില്ല. ഒന്ന് മനസ്സിലാക്കുക, നാം എന്ത് ചെയ്താലും മുകളിലൊരു ക്യാമറ കണ്ണുമായി നമ്മൾ ആരാധിക്കുന്നൊരു ഈശ്വരനുണ്ട്. അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ട്. അതായത് അവർ വളർത്തി അവസാനം ഒരു പരിധി വിടുമ്പോൾ ഈശ്വരൻ ആ ജീവൻ അങ്ങോട്ട് തിരിച്ചെടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏത് ശക്തി നാം ചെയ്യുന്നതിൻ്റെ ഫലം ഈ ലോകത്ത് നമ്മൾ അടിയറ വച്ച് തന്നെയാണ് നമ്മൾ യാത്രയായി പോകേണ്ടത്. എന്തായിരുന്നാലും ഈ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു സ്ഥാപനം പെടുന്നനെ അസ്തമിച്ച് അവസാനം രണ്ടുപേരും അടുത്തടുത്ത് തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച കണ്ടത് മോശമായിപ്പോയി. അങ്ങനെ സംഭവിക്കരുതായിരുന്നു. അത് എന്തായിരുന്നാലും സംഭവിച്ചു. ഇനി ഇങ്ങനെയുള്ളൊരു അലിയോ ഒരു ദിവ്യാമോളോ ഇനി ഉണ്ടാകരുത്. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ മറ്റാരും ക്രിയേറ്റ് ചെയ്യാനും പാടില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്നെപ്പോഴും താന്നിടത്തെ വെള്ളം നിൽക്കുള്ളൂ, ഒരിക്കലും മുകളിൽ വെള്ളം നിൽക്കില്ല. എന്ത് തന്നെ ഏതായിരുന്നാലും നമ്മൾ ഒന്നിച്ചേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ശാരീരികമായി ബന്ധപ്പെടാം, എന്തും ചെയ്യാം. പക്ഷേ ഒരു മനസാക്ഷി എന്നുള്ളത് അവിടെ രണ്ട് കൂട്ടരും കാണിക്കേണ്ടിയിരുന്ന രണ്ട് കൂട്ടരും കാണിച്ചില്ല. ഇവർക്ക് ഫാമിലി ഉള്ളതാണ്. ഇനി ശാരീരിക ബന്ധം എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബിസിനസ്സിനെയോ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങളായിരിക്കരുതായിരുന്നു. ഈ ശാരീരിക ബന്ധത്തിൽ കൂടി പലതും മതിമറന്ന് പലതും ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് അവസാനം ഇവർ രണ്ടുപേരും കൈവരിക്കേണ്ടി വന്നത്. ആർക്കോ സംശയം ഉണ്ടായിരിക്കുന്നു, ഒന്നുകിൽ ദിവ്യയ്ക്ക് അലിയോ അലിക്ക് ദിവ്യയോ. പക്ഷേ അത് വളരെ സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു സംഭവിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായിരുന്നാലും അങ്ങനെ ഒരു ചടയമംഗലത്തിൽ ഉയർന്നു വന്ന ഒരു സ്ഥാപനം ചടയമംഗലത്തിൽ തന്നെ അസ്തമിച്ചു. ശേഷിച്ച വഴിയാധാരമായ രണ്ട് കുടുംബങ്ങൾ. ഇനി എല്ലാ സുഹൃത്തുക്കളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ശ്രോതാക്കളോടും. നിങ്ങളിൽ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു തെറ്റിൽ പെടുമെന്ന് ആരും പറയാറില്ല. എങ്കിൽ തന്നെയും സ്വയം ഒന്ന് നാം തീരുമാനിക്കേണ്ടത് നമ്മുടെ ഉള്ള സൗകര്യങ്ങളിൽ നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് നമ്മൾ വളരാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഒരുപക്ഷെ ഇത്തിരി സൗന്ദര്യമുള്ള സ്ത്രീ ആയിരിക്കാം, അപ്പോൾ ഒത്തിരി പുരുഷന്മാർ നമ്മളെ അപ്രോച്ച് ചെയ്തെന്ന് പറയാം. ഒപ്പം ഒരു നല്ല കഴിവും സാമർഥ്യമുള്ള ഒരു പുരുഷനായിരിക്കാം. സ്ത്രീകൾ പുരുഷനും സ്വാധീനിച്ചെന്ന് വരാം. ആ സ്വാധീനം എല്ലാത്തിൻ്റെ നശീകരണമാകരുത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കേരളീയരാണ്. പതുക്കെ നമുക്ക് വളർന്നാൽ മതി. എന്തായാലും നമുക്ക് ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നമുക്കാകെ പ്രാർത്ഥിക്കാനും പറ്റൂ. ഇനിയുള്ള ശേഷിക്കുന്ന കാലം അവർക്ക് ശക്തിയും സമാധാനമായി അവർക്ക് വളരാനുള്ളൊരു സാഹചര്യം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാണാം വീണ്ടും എൻ്റെ മറ്റൊരു വീഡിയോയിൽ കൂടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.